ഒരു നാൾ ഒരു കാക്കയ്ക്ക് ഒരു നാരങ്ങ മിഠായി കിട്ടി. ഈ കാക്ക എന്ത് ചെയ്തു? ഈ നാരങ്ങ മിഠായിയായിട്ട് പറന്ന് ഒരു മരത്തിൽ ചെന്നിരുന്നു. ഇത് കണ്ടിട്ട് തെരുവിലെ ഒരു നായയ്ക്ക് ഈ നാരങ്ങ മിഠായി രുചിച്ചോളാൻ വയ്യ, കഴിച്ചോളാൻ വയ്യ, രസിച്ചോളാൻ വയ്യ. പക്ഷെ എന്ത് ചെയ്യും? കാക്കയുടെ ചുണ്ടിൻ്റെ ഇടയിലായിപ്പോയി നാരങ്ങ മിഠായി. എന്ത് ചെയ്തു? ഈ കാക്കയോട് ചെന്നിട്ട് പറഞ്ഞു, കാക്കേ, ഈ തിളങ്ങുന്ന സൂര്യൻ്റെ കീഴിൽ നിന്റെ നിറത്തിന് എന്ത് ഭംഗി! നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങുന്നുണ്ട്. നിന്റെ വാല് നല്ല മയിൽപ്പീലി പോലെ കാണാനുണ്ട്. നിന്റെ കാലുകൾ കോഴിയുടെ കാലുകൾ പോലെ ഉണ്ട്. നിന്റെ ചിറകുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്ത് പോലെ ഉണ്ട് കാണാൻ. നിന്റെ സൗന്ദര്യം നിനക്കറിയാമോ? എന്ത് രസമുണ്ട് നിന്നെ കാണാൻ. ഇന്ന് എന്താ നിന്റെ ഭംഗി? നീ എന്താണ് ഇത്ര മേക്കപ്പ് ഇട്ടിരിക്കുന്നത് ഇന്ന്? കൊള്ളാം നിന്നെ കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഈ പട്ടിയുടെ പൊങ്ങച്ചം കേട്ടിട്ട് കാക്ക എന്ത് ചെയ്ത്? ചിരിച്ച്. അന്നേരം എൻ്റെ ചുണ്ടിൽ നിന്ന് എന്ത് സംഭവിച്ചു? നാരങ്ങ വിട്ട് താഴെ വീണു. അന്നേരം ഈ പട്ടി കട പുടപ് ടുപ് ടാപ് ടിക് എന്ന് പറഞ്ഞിട്ട് ഈ നാരങ്ങ വിട്ടേ കടിച്ച് അത് വിഴുങ്ങിയതിന് ശേഷം കാക്കയോട് പറഞ്ഞു, നിന്റെ മസ്തിഷ്കം ഉണ്ടല്ലോ, ബ്രെയിൻ, അതിനെക്കുറിച്ച് ഞാൻ വർണ്ണിക്കാൻ മറന്നുപോയി കേട്ടോ കാക്ക, എന്നാൽ ഞാൻ പോട്ടെ. അങ്ങനെ ഈ പട്ടി ആ കാക്കയുടെ വായിക്കാതിരുന്ന നാരങ്ങ മിഠായി കഴിച്ച് അതങ്ങ് പോയി. ബായ് ബായ് എന്ന് പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് മറ്റുള്ളവരുടെ പൊയ് വാക്കുകളിലും പൊങ്ങച്ചത്തിലും വീഴാതിരിക്കുക. അതാണ് ഈ കഥയുടെ പൊരുൾ. മനസ്സിലായോ? അതിനാൽ വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ, ധ്യാനത്തിൽ വരിക, ബുദ്ധിയുള്ളവരായി വിവേകമുള്ളവരായി തീരുക. നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ്, മുഖത്തലയിൽ 9605743596. ഞാൻ അയത്തിലെ മെഡിറ്റേറിയൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. വിവേകവും ബുദ്ധിയും ഉള്ളവരായി തീരും. എല്ലാവർക്കും വരാം, സ്വാഗതം. 9605743596 എൻ്റെ നമ്പർ. വെൽക്കം.